ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കത്തിന്റെ കിഴിയിലേക്ക് പോവാം. ഇന്ന് ഇവിടെ പൊളിക്കും. ഭയങ്കര വൈബിലാണ്. ഭയങ്കര വൈബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബ്. കാരണം ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതാണ് ഫസ്റ്റ് വൺ സിനിമയുടെ ഒരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസന്റെ പോസ്റ്ററാണ് ഇത്. അടുത്ത കിഡിലോസ്കി സാധനം കേട്ടോ. അടുത്ത വരാനുള്ള സാധനം ഗംഭീരമാവട്ടെ. ധനഞ്ജയ് ശങ്കർ ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ദിലീപ് നായകനാവുന്ന സിനിമയാണ്. വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ ആരൊക്കെയായിരുന്നടാ? വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു. പിന്നെ അല്ലേ, ചിലരൊക്കെ ദളപതി വിജയ് വരെ ഉണ്ട്. സുരേഷ് ഗോപി, ഇതൊക്കെ എന്താ അറിയോ, അവരൊക്കെ റെഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവരുടെയൊക്കെ ബർത്ത്ഡേ അവർ വിഷയം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളത് പ്രത്യേക സംഭവമായിട്ട് പറയാത്തത് കേട്ടോ. അടുത്തത് കൂലി സിനിമയുടെ തെലുഗു ഡിസ്ട്രിബ്യൂഷൻ ഏഷ്യൻ മൾട്ടിപ്ലക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കേട്ടോ. ഓക്കെ, അടിപൊളി. കൂലി ഓഗസ്റ്റ് 14 റിലീസിനെത്തുന്നത്. ലോകേഷ് കനകരാജിൻ്റെ സിനിമ. ഓക്കെ, അടുത്തത് സർസമീൻ. നമ്മുടെ കാജോളും പൃഥ്വിരാജ് സുകുമാരനും നായകന്മാരാവുന്ന സിനിമ. നായകന്മാരാവുന്ന സിനിമ. നായകന്മാരാവുന്ന സിനിമ. ഓ, ഇതെനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എന്താ നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അതങ്ങോട്ടൊരു കണക്ഷൻ കറക്റ്റ് ആവുന്നില്ല. ഇനി അങ്ങനെയുള്ളൊരു രണ്ട് പക്ഷേ എങ്കിലും ശരിക്കും എനിക്ക് റാണി മുഖർജി തന്നെ ഓക്കെ ആയിരുന്നില്ല അന്ന്. റാണി മുഖർജി തന്നെ പൃഥ്വിരാജിനെക്കാട്ടും ഭയങ്കര ഏജ് ആയിട്ട് തോന്നി. പിന്നെ ഒരു നല്ലൊരു സോങ് കിട്ടിയതുകൊണ്ട് നമ്മളത് അങ്ങ് കണ്ണടച്ചതാ. ഡ്രീമും വെക്കപ്പും ക്രിട്ടിക്കൽ കണ്ടീഷനും. ഓക്കെ, സർസമീൻ സിനിമ ജൂലൈ 25 ഹോട്ട്സ്റ്റാറിൽ വരുന്നുണ്ട്. സിനിമ സംവിധാനം ചെയ്യുന്നത് ആരായിരുന്നു? ഗയോസി ഇറാനി. എനിക്ക് കാജോളും പൃഥ്വിരാജും, അതായത് ഇവര് പെയറായിട്ടാണേ. ഒരു പെയറാവട്ടെ. എന്തത് ഇപ്പൊ എല്ലാത്തിലും കറക്റ്റ് മാച്ചിങ് ഒക്കെ വെച്ച് പെയറാക്കാൻ പറ്റുമോ? കുറച്ച് മാച്ചിങ് ഇല്ലാത്ത ആൾക്കാരും പെയറാവട്ടെ. എന്ത് വ്യത്യാസമുണ്ട്? ഓക്കെ, അടുത്തത് ദിലീപ് നെക്സ്റ്റ്. പറക്കും പപ്പൻ. വിയാൻ വിഷ്ണു സംവിധാനം ചെയ്ത് റാഫിയുടെ സ്ക്രിപ്റ്റിൽ വരുന്ന സിനിമ. അടുത്തതായിട്ട് അപ്പോൾ വരാൻ പോകുന്നത് ഇതാണ്. അതിന്റെ പൂജ ഉടനടി നടക്കുമെന്നുള്ളതാണ് കേൾക്കുന്നത്. പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ഏതാണ്ട് കംപ്ലീറ്റ് ആവാനുള്ള ലാസ്റ്റ് ഘട്ടത്തിലാണ്. ഗംഭീരമാവട്ടെ. പൂജക്ക് വെയിറ്റ് ചെയ്യുന്നു. ആദ്യം ബബ്ബ, അതിനുശേഷം പറക്കും. ബബ്ബ ഉടനടി തീരും. അത് ലാലേട്ടൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തീരും. കുറഞ്ഞ ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ. അടുത്തത് ഹരിഹര വീരമല്ലു. പവൻ കല്യാൺ നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ. ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് ആലോചിച്ച് പോയത്. ഒഫീഷ്യൽ ട്രെയിലർ നാളെ വരുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ, അതിനെ കുറിച്ചല്ല. ഈ സിനിമയിൽ വില്ലനായി വരുന്നത് ഔറംഗസീബാണ്. അതായത് നമ്മുടെ ബോബി ഡിയോളി ചെയ്യുന്ന കഥാപാത്രം. ആ ക്യാരക്ടറിൻ്റെ വലുപ്പം ഇപ്പോൾ ഉള്ളതിനേക്കാളും ചെറുതായിരുന്നു. വലുതാക്കാൻ കാരണം അനിമലിലെ ബോബി ഡിയോളിൻ്റെ ക്യാരക്ടറിനെ കണ്ടിട്ടാണെന്നാണ് ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് ഇമോഷണൽ ഡെപ്ത് കൂട്ടിയാണ്. കൊള്ളാം, നൈസാവട്ടെ. ഇമോഷണൽ ഡെപ്ത് ഇമോഷണൽ ചെയ്യുന്ന എങ്ങനെയുണ്ട് നോക്കാം അല്ലേ. സ്ക്വിഡ് ഗെയിം 3 ഇല്ലേ, സ്ക്വിഡ് ഗെയിം, അത് ഇമോഷൻസ് ആണ് കൂട്ടിയിട്ടേ ഒരു 2 എപ്പിസോഡിൽ ഞാൻ നിർത്തി. എനിക്ക് സത്യം പറയാം, അതിൻ്റെ സീസൺ 2ഉം സീസൺ 3യും ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല രണ്ടും. വെറുതെ ഒരു ആവശ്യമില്ല. അതായത് ഇവർ പ്ലാൻ ചെയ്തത് വെറും സീസൺ 1 ആയിരുന്നു. പിന്നെ ഇതങ്ങ് വിജയിച്ച് കഴിഞ്ഞപ്പോൾ അവരങ്ങ് പ്ലാൻ ചെയ്തതാണ് ഇതിന് 2, 3 ഒക്കെ കിട്ടിയ പോലെ. അടുത്തത് മമ്മൂട്ടിയുടെ പുതിയൊരു പിക്ക് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റർ കളിക്കുന്നുണ്ട്. അതെ, പക്ഷെ അത് ഓൾഡ് പിക്കാണ് എന്നാണ് കേട്ടോ കേൾക്കുന്നത്. സംഭവം ജോർജ് ചേട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. അതെ, പക്ഷെ അത് ഒരു പഴയ ഫോട്ടോ ആണ്, അത് ലേറ്റസ്റ്റ് അല്ല. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മെസ്സേജ് അയച്ചിട്ട്, ഇത് ലേറ്റസ്റ്റ് ആണോ? കാരണം അത് കാത്തിരിക്കുകയാണല്ലോ. അതെ, കാത്തിരിക്കുകയാണോ? എന്തായാലും അത് ഓൾഡ് പിക്കാണ്, പക്ഷെ ഇതുവരെ പുറത്തു വരാത്ത ഒരു പിക്കാണ്. അത്രേ ഉള്ളൂ. സൂക്ഷിച്ചു വെച്ചതൊക്കെയാണ്. അതെ, അതിങ്ങനെ ഇറക്കി വിടുക. ഓക്കെ, അടുത്തത് മദ്രാസി.
ശിവകാർത്തികേയൻ നായനാവുന്ന സിനിമയാണ്. നമ്മുടെ AR മുരുകദോസ് സംവിധാനം ചെയ്യുന്ന സിനിമ. സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ നെക്സ്റ്റ് വീക്കിൽ വരുമെന്നുള്ളതാണ്. ഫസ്റ്റ് സിംഗിൾ അടുത്ത ആഴ്ച. അടിപൊളി. അടുത്ത ഒരു വെട്ടിക്കിണ്ട് സാധനമായിരിക്കും. അത് വെടിച്ചുള്ള സാധനമായിരിക്കും. അനിരുദ്ധല്ലേ? അതല്ല ഞാൻ എടുക്കാൻ പോകുന്നതിന്റെ കാര്യം. രാമായണ എന്തല്ലേ പറഞ്ഞ അങ്ങ് അതേപോലെ അങ്ങ് നടന്നോളും. രാമായണ സിനിമ ആകുമെന്ന് ഉറപ്പൊന്നുമില്ല. അല്ല വേറൊരു സത്യം, ആദിപുരുഷ് അതുപോലെ മേടിച്ചില്ലായിരുന്നു. രാമായണ സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ജൂലൈ 3-ാം തീയതി 11:30 ബാംഗ്ലൂർ വെച്ചിട്ടാണ് ഇതിന്റെ ഫംഗ്ഷൻ ഒക്കെ നടക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു രസം എന്താണെന്നറിയോ? ഹരിഹര വീരമല്ലുവിന്റെ ട്രെയിലർ 11:10, ഇത് 11:30. അല്ല വരട്ടെ, ഇനി 11:10 11:10 11:30 ഇടയ്ക്ക് ഒരെണ്ണം കൂടി വരുവാണെങ്കിൽ അതുകൂടി അങ്ങ് വരട്ടെ. എല്ലാം വരട്ടെ, സോയിലും തരരുത്. എല്ലാം നമ്മൾ കഷ്ടപ്പെട്ട് പണിയും. അതെ, പിന്നല്ല എന്താണെങ്കിലും നിതേഷ് തിവാരിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. സായി പല്ലവിന്റെ പേരെന്താ പറയാത്തത്? അല്ല, അത് ഞാൻ മറ്റന്നാ ടൈറ്റിലിന്റെ ദിവസം പറയാൻ വേണ്ടി മാറ്റി വെച്ചാ. സായി പല്ലവിയാണ് സീതയായിട്ട് വരുന്നത് കേട്ടോ. യാ, ആരുടെ സീത? അത് രാമന്റെ അതോ രാവണനോ? രാവണൻ കൊണ്ടുവന്ന എനിക്ക് തോന്നുന്നത്. ഓ, കാരണം യശല്ലേ, അത് ശരിയാ. രൺബീറിന് നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നെ രാമനായതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ അല്ലേ? അതെ. ഓക്കേ, എന്തായാലും അടുത്ത കിഴി പരാശക്തി. പരാശക്തി സിനിമയുടെ ഷൂട്ട് വീണ്ടും തുടങ്ങാൻ പോവാണ് പൊള്ളാച്ചിയിൽ വെച്ചിട്ട്. ഓക്കെ, നെക്സ്റ്റ് വീക്കിൽ അതിൻ്റെ ഷൂട്ട് തുടങ്ങും. സുധാ കംകാര സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയാണ്. സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഇതിൻ്റെ തുടങ്ങി വെച്ചത് നമ്മൾ ഓർക്കുന്നില്ലല്ലോ. ഇതിൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള എന്തോ പ്രശ്നം കാരണം നിർത്തിവെച്ചതാണ്. എന്തായാലും ഇപ്പം എല്ലാം ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, രവി മോഹനാണ് വില്ലനായി വരുന്നത്. രവി മോഹൻ. അടുത്തത് മൂക്കുത്തി അമ്മൻ 2. സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ ദിവസം പൊള്ളാച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നിർത്തിവെച്ചതായിരുന്നു, റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് വേറെ എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്തായാലും നയൻതാര നായികയാവുന്ന സിനിമയാണ്. പിന്നെ സുന്ദർ സി ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഓക്കെ, അടുത്ത കിഴി ഉസ്താദ് ഭഗത് സിംഗ്. പവൻ കല്യാൺ നായകനാവുന്ന സിനിമയാണ്. പവൻ കല്യാണിന്റെ എല്ലാ കിഴിയും എനിക്കാണല്ലോ. നല്ലതാ. ഓക്കെ, അതെ, ശ്രീലീല നായികയായിട്ട് വരുന്ന സിനിമയാണ്. തെറി സിനിമയുടെ റീമേക്കാണ്. ഭഗവന്ത് കേസരി എന്നൊക്കെ വരുന്നുണ്ട്. ഉസ്താദ് ഭഗത് സിംഗ്. അതെ, ഇതിലേക്ക് നമ്മുടെ സെറ്റ് വിസിറ്റ് ചെയ്യാൻ നമ്മുടെ മെഗാസ്റ്റാർ ചിരഞ്ജീവി ഗാരു വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്റ്റില്ല് വന്നിട്ടുണ്ട്. കൊള്ളാം. അടുത്തത് ബസൂക്ക. എനിക്ക് രണ്ടാമത്തെ മമ്മൂട്ടി. ബസൂക്ക സിനിമയുടെ OTT റിലീസ് ജൂലൈ 12 C5 ഉണ്ടാകും എന്നുള്ള റൂമർ കേൾക്കുന്നുണ്ട്. എന്താണെങ്കിലും C5 ഉണ്ടാകും എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ടായിരുന്നു. കൺഫേം ആണ്. ഡേറ്റ് ഈ ഡേറ്റ് നമുക്ക് നോക്കാം, ഉറപ്പിക്കാൻ പറ്റില്ല, നോക്കാം. അതെ. അടുത്തത് മാർക്കോ 2. അടിപൊളി. മാർക്കോ 2 നടന്മാരൊന്നും കയറിയിട്ട് ക്യൂബ്സ് എന്റർടൈൻമെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവരുടെ സിനിമേന്റെ ബാക്കി കാര്യം ഉണ്ടോ ഇല്ലയോ എന്ന് മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളൊരു ധ്വനിയിലാണ് അത് സംഭവം പറഞ്ഞിട്ടുള്ളത്. അതായത് ഇത് ഒഴിവാക്കി അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇനി പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നില്ല എന്നൊക്കെ പറയേണ്ട ആൾക്കാരാരാ? ഇതിന്റെ പ്രൊഡക്ഷൻ ടീമാണ്. അതെ, അതിന്റെ റൈറ്റ്സ് ഉള്ളവർ. അതിലെ നായകനൊക്കെ വന്നിട്ട് ഇനി അത് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോഴുള്ള പ്രശ്നമാണത്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു ക്ലാരിറ്റി ഇട്ടിട്ടുള്ളത്. എന്തായാലും നായകൻ അതിന്റെ ബാക്കിയായിട്ട് ഇനി ചെയ്യുന്നില്ല. നായകന് വേണം നിർബന്ധമില്ല അവർക്ക്. അതത്രേ ഉള്ളൂ. എന്തൊക്കെയാണെങ്കിലും എന്തൊക്കെയോ പുകഞ്ഞ് പൊട്ടുന്നുണ്ട് ഉള്ളിൽ. സത്യം. അടുത്തത് ബബ്ബ രണ്ടാമത്തത്. അടിപൊളി. സിനിമയുടെ ജൂലൈ 4 വലിയൊരു അപ്ഡേറ്റ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീസർ ആയിരിക്കും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അതെ, ഇവർ പ്ലാൻ ഒന്ന് മാറ്റി പിടിച്ചാൻ തോന്നുന്നുണ്ട്. കാരണം ആദ്യം ഇവർ പ്ലാൻ ചെയ്തിരുന്നത് ലാലേട്ടൻ്റെ ഷൂട്ട് അന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ലാലേട്ടൻ ഇന്നായി എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേക സാധനങ്ങൾ വിടും. അത് ബിഗ് അപ്ഡേറ്റ് ആണ്, മേജർ അപ്ഡേറ്റ് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് 4-ാം തീയതി ലാലേട്ടൻ ജോയിൻ ചെയ്യുന്നില്ല, 5-ാം തീയതി ജോയിൻ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് കേട്ടത്. ജൂലൈ 5 ലാലേട്ടൻ ജോയിൻ ചെയ്യും. അതെ, അപ്പോൾ അതുകൊണ്ട് ഇവർ 4-ാം തീയതി ആൾറെഡി ഒന്ന് അനൗൺസ് ചെയ്തിട്ടാണല്ലോ. അതുകൊണ്ടൊരു ടീസർ, അത് 1.5 മാസം മുന്നേ. അതെ, അപ്പോൾ എന്തായാലും ടീസർ വരട്ടെ, അതാണ് വരേണ്ടത്. എന്തായാലും നോക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ
നാളെ ലാലട്ടൻ ജോയിൻ ചെയ്യാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ പറയാൻ പറ്റൂല. തന്നുകൊണ്ടുള്ള ഒരു വലിയൊരു പോസ്റ്റർ എന്താണെങ്കിലും ടീസർ ആയിരിക്കും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. നോക്കാം. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. യെസ്, ബൈ.